നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നോ നാളെയോ ആരാകണമെന്നതിൽ സോണിയയുടെ നിലപാട് നിർണായകം. ഖർഗെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. പിണറായി പ്രതിപക്ഷ നേതാവാകുമോ? തീരുമാനമെടുക്കാൻ പോളിറ്റ് ബ്യൂറോ. പിണറായി പിന്മാറിയാൽ കെ.എൻ. ബാലഗോപാലിന് സാധ്യത. കേരളത്തിലെ വമ്പൻ പരാജയം വിലയിരുത്താൻ ബി.ജെ.പിക്ക് വോട്ട് ചോർന്നില്ലെന്ന് കേരള ഘടകം. വിമതർ വഞ്ചിച്ചെന്നും വിശദീകരണം. ഇന്ധനവില വർധനവ് ഉടനെന്ന് സൂചന. പെട്രോളിനും ഡീസലിനും 5 രൂപയോളം കൂട്ടിയേക്കും. യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾ നിയന്ത്രണം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി. വർക്ക് ഫ്രം ഹോമും കാർ പൂളിംഗും അഭികാമ്യമെന്നും മോദി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. തീരുമാനം പൊതുഗതാഗത സംവിധാനം നശിപ്പിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ബസ് ഓടിക്കേണ്ട ഗതികേടിലെത്തും. പ്രഖ്യാപനം UDF പുനഃപരിശോധിക്കണമെന്നും ഉടമകൾ. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும். തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയ് അടക്കം MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വന്ദേമാതരം തർക്കം തുടരുന്നു. പ്രോട്ടോകോൾ ലംഘനമെന്ന് DMK-യും ഇടതുപക്ഷവും. ഖജനാവ് കാരി എന്ന പ്രസ്താവനയിൽ വിജയ് സ്റ്റാലിൻ വാക്പോര്. സ്റ്റാലിനെ നേരിൽ കാണാൻ വിജയ്. തോൽവിക്ക് പിന്നാലെ തൃണമൂലിൽ ഭിന്നത രൂക്ഷം. മമതയെ ചോദ്യം ചെയ്ത് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയേക്കും. തർക്കം മുതലെടുക്കാൻ BJP. സ്ഥാനമേറ്റയുടൻ കടുത്ത തീരുമാനങ്ങളുമായി BJP സർക്കാർ. കാലിക്കടത്ത് നിരോധിച്ചേക്കും. സുവേന്ദു അധികാരിയുടെ PA വെടിവെച്ചു കൊന്ന 4 ഷൂട്ടർമാർ പിടിയിൽ. അസമിൽ സത്യപ്രതിജ്ഞ നാളെ. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഹോർമുസിലെ പരമാധികാരം അംഗീകരിക്കണമെന്ന് ഇറാൻ. US ഉപാധികൾ തള്ളി. സംഘർഷങ്ങൾക്കിടെ ട്രംപ് ചൈനയിലേക്ക്. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദമായി കടക്കുമ്പോൾ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഇനി നിർണായകമാവുക സോണിയാഗാന്ധിയുടെ നിലപാടായിരിക്കും. വിഷയം സോണിയാഗാന്ധിയുടെ മുമ്പിലാണിപ്പോൾ. സോണിയ അഭിപ്രായം അറിഞ്ഞാവും അന്തിമ തീരുമാനമെടുക്കുക. ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, കോൺഗ്രസ് മാത്രമല്ല കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇനി എന്ത് നടപടിക്രമങ്ങൾ, എന്ത് വൈകലാണ് ഉണ്ടാവുന്നത്? സോണിയാഗാന്ധിയുടെ നിലപാട് നിർണായകമാവുമ്പോൾ സോണിയ ആർക്ക് അനുകൂലമാവാനാണ് സാധ്യത? സജിത്ത്, ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തീരുമാനത്തിന് സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ തർക്കമില്ലാത്ത വിഷയമൊക്കെ ആണെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും കിടന്ന് തീരുമാനിക്കുക. സോണിയാഗാന്ധി അത്തരം വിഷയങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് കുറച്ചു കാലമായി സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം അവർ സ്വീകരിക്കുന്ന ഒരു ശൈലി. പക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിക്കഴിഞ്ഞാൽ അവർ പഠിച്ച് ഒരു നിലപാട് പറയും. ഇതാണ് തൻ്റെ നിലപാട് എന്നുള്ളത് അറിയിക്കും. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ഒരു വിഷയം എത്തിയാൽ അവർ ഉടനെ തന്നെ ഒരു നിലപാട് പറയുന്ന ഒരാളല്ല. മുൻകാലങ്ങളിലും അങ്ങനെയാണ്. അവർ പഠിച്ച് അല്പം സമയമൊക്കെ എടുത്തിട്ട് അവർക്ക് വിശ്വസമായ ആളുകളൊക്കെ ഉണ്ട്, അവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിന് ശേഷം നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് സോണിയാഗാന്ധി. കേരളത്തിൻ്റെ വിഷയത്തിൽ സ്വാഭാവികമായും അത്തരമൊരു നിലപാട് ഇപ്പോൾ സോണിയാഗാന്ധി വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും സാധ്യതകളും അതോടൊപ്പം തന്നെ ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും AK ആന്റണിയുടെ അഭിപ്രായം സോണിയാഗാന്ധി തേടാൻ സാധ്യതയുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ കേരളത്തെ സംബന്ധിച്ച വിഷയങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിർണായകമായ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായ ഒരാളാണ് AK ആന്റണിയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. മുൻകൂട്ടി അഭിപ്രായം അങ്ങോട്ട് പറയുന്ന രീതി AK ആന്റണിക്കോ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു ചോദിക്കുന്ന രീതി സോണിയാഗാന്ധിക്കോ ഇല്ല. ഒരു തർക്കമോ വിഷയമോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം തേടുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒന്നുകിൽ AK ആന്റണി ഉടൻ ഒരു അഭിപ്രായം പറയും, അല്ലെന്നുണ്ടെങ്കിൽ AK ആന്റണി ആ വിഷയം പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയാമെന്ന് പറയുകയും പിന്നീട് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം മാത്രമേ തീരുമാനം ഉണ്ടാവാൻ വഴിയുള്ളൂ. ഈ തീരുമാനം വേഗത്തിലാവാമെന്ന് പ്രതീക്ഷിക്കുന്ന ഏക രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനമാണ്. കോൺഗ്രസിനെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. രണ്ടാമത്തെ വിഷയം, ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം നിറയുന്നു. തമിഴ്നാട്ടിലെയും ആസാമിലെയും ബംഗാളിലെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി വാർത്ത കേരളത്തിലേക്കാണ്. ഈ രണ്ട് കാരണങ്ങളാൽ ചിലപ്പോൾ അല്പം കൂടി നീണ്ടുപോകാൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം, കോൺഗ്രസ് പാർലമെന്ററി ലീഡർ ആര് എന്നുള്ള പ്രഖ്യാപനം ചിലപ്പോൾ നേരത്തെ ആവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ അല്ലെങ്കിൽ ഇതിൽ കക്ഷിയായ നേതാക്കൾക്കടക്കം എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്ന വിഷയത്തിൽ യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട മറ്റു ചില നേതാക്കളുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോഴും അവർക്കടക്കം ഏതെങ്കിലും ഒരു സൂചന അവർ നൽകാൻ തയ്യാറില്ല. പ്രഖ്യാപനം ഉണ്ടാവും, അതിന് ധൃതിയില്ലല്ലോ എന്നുള്ളൊരു നിലപാടാണ് ഈ മാധ്യമങ്ങളും നമ്മളും ഒക്കെ കാണിക്കുന്ന ഒരു ധൃതി. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനത്തിൻ്റെ വലിയ ആകാംക്ഷ, കോൺഗ്രസിനെതിരെ വരുന്ന വലിയ വാർത്തകൾ, ഇതൊന്നും അങ്ങനെ കാര്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സൂചന. തീരുമാനമെടുക്കാം, സമയമുണ്ട്, അത് പതിയെ തീരുമാനമെടുക്കാം. തീരുമാനം ശരിയായിരിക്കണം എന്നതിനപ്പുറത്തേക്ക് അത് വേഗത്തിലെടുക്കണം എന്നൊരു നിലപാട് അവർക്കില്ല എന്നുകൂടിയാണ് മനസ്സിലാവുന്നത്. കിരൺ, ഒരു കാര്യം കൂടി, ഈ പ്രധാന നേതാക്കളൊക്കെ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. എല്ലാവരും തീരുമാനം കാത്തിരിക്കുകയാണ്. ഈ AK ആന്റണിയെ പോലെ പഴയ സോണിയാഗാന്ധിയുടെ പഴയ വിശ്വസ്തരിലേക്ക് തീരുമാനം എടുക്കാൻ, അതല്ലെങ്കിൽ അവരുടെ സജഷൻസ് തേടുമ്പോൾ അവർക്ക് എടുക്കുന്ന നിലപാട് നിർണായകമാവും. സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ പോലെ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ ഈ പ്രാമുഖ്യത്തിൽ ആർക്കാണ് കൂടുതൽ പരിഗണന കിട്ടുക എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഇതിനൊപ്പം കേരളത്തിൽ KPCC പുനഃസംഘടനയടക്കം KPCC അധ്യക്ഷനെ അടക്കം നിശ്ചയിക്കുന്ന തീരുമാനവും ഉടൻ ഉണ്ടാവേണ്ടതുണ്ട്. KPCC അധ്യക്ഷനെ നിശ്ചയിക്കുന്നതൊക്കെ ഉടൻ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളിലേക്കും ആരൊക്കെ മന്ത്രിമാരാവണം എന്ന ചർച്ചകളിലേക്കും ഔദ്യോഗികമായി കോൺഗ്രസ് കടന്നിട്ടില്ല. അതൊക്കെ ഇനി കേരളത്തിൽ നടക്കേണ്ടതാണ്. അത്തരം ആലോചനയ്ക്ക് ശേഷം ആ നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നിൽ വെക്കും. ഹൈക്കമാൻഡ് അത് പരിശോധിക്കും. പരിശോധിച്ച ശേഷമാവും. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ധൃതി അവർക്കുണ്ട് എന്ന് തോന്നുന്നില്ല. മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ തൊട്ടടുത്ത റൗണ്ട് തന്നെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കും. കോൺഗ്രസ് എത്ര മന്ത്രിമാർ, ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ എന്നുള്ള കാര്യത്തിൽ ആദ്യം ധാരണ ഉണ്ടാവണം. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തേക്കാം. ഘടകകക്ഷികളൊക്കെ ഇപ്പോൾ അവർക്ക് ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതനുസരിച്ചായിരിക്കും പലപ്പോഴും അവർ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുക. അവരുടെ താല്പര്യം കൂടി മാനിക്കപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഘടകകക്ഷികളൊക്കെ മന്ത്രിസ്ഥാനത്തിൻ്റെ എണ്ണത്തിലും വകുപ്പുകളിലുമൊക്കെ വാശി പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ അടുത്ത ഉണ്ടാകുന്നതാണ്. അതിനുശേഷമാണ് ഇനി കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാവണം. കോൺഗ്രസിൽ നിന്ന് മന്ത്രിമാരെ തീരുമാനിക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ മുതിർന്ന ആളുകൾക്ക് അവസരം കൊടുക്കുക, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക, സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് സാമാന്യ ജാതി സമവാക്യങ്ങളൊക്കെ അത്യാവശ്യം പാലിക്കേണ്ടതുണ്ട്. ജാതി നോക്കി മന്ത്രിമാരെ തീരുമാനിക്കുമെന്നല്ല, പക്ഷേ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിനോ ഒരു സമുദായത്തിനോ കൂടുതൽ വലിയ പ്രാതിനിധ്യവും മറ്റ് സമുദായത്തിന് പ്രാതിനിധ്യം കിട്ടാത്തൊരവസ്ഥ അങ്ങനെ ഒരു കാരണവശാലും കോൺഗ്രസ് ചെയ്യില്ല. എല്ലാവർക്കും ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. ആ പ്രാതിനിധ്യം കിട്ടത്തക്ക രീതിയിലാവും കോൺഗ്രസ് എപ്പോഴും മന്ത്രിമാരെ തീരുമാനിക്കുക. സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിക്കും. അതുകൂടി പരിഗണിച്ചാവും മന്ത്രിമാരെ തീരുമാനിക്കുക. മന്ത്രിമാരെ എണ്ണം തീരുമാനിക്കണം, പിന്നീട് മന്ത്രിമാരെ തീരുമാനിക്കണം, അതിനുശേഷം വകുപ്പുകൾ തീരുമാനിക്കണം. ഇതൊക്കെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും KC വേണുഗോപാൽ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും, ഇവർക്ക് രണ്ടുപേർക്കും ഏത് വകുപ്പ് നൽകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇതിൽ ഒരാൾ മുഖ്യമന്ത്രി ആയാൽ മറ്റേയാൾക്ക് ഏത് വകുപ്പ് നൽകും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കൾ നിരവധി പേരുണ്ട്. K മുരളീധരനെ പോലെയുള്ള നേതാക്കളൊക്കെ സീനിയറായിട്ടുള്ള നേതാക്കൾ നിൽക്കുകയാണ്. ഇവർക്കൊക്കെ ഏത് വകുപ്പ് നൽകും, സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇനിയും അത് ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും ഉണ്ടാവില്ല. അതിനും ഇനി ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ നീളാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി ആര് എന്നറിഞ്ഞാൽ മാത്രമേ മന്ത്രിസഭാ വിഭജനം സംബന്ധിച്ചും മന്ത്രിസഭയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് സംബന്ധിച്ച് ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയൂ. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാതി സമവാക്യങ്ങളൊക്കെ കോൺഗ്രസിന് ഏറെക്കുറെ പാലിക്കേണ്ടതുണ്ട്. അങ്ങ് പൂർണ്ണമായി ഇതൊന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കോൺഗ്രസിനാവില്ല. കോൺഗ്രസ് അതൊക്കെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ വീണ്ടും കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഡൽഹി പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനെന്ന് രമേശ് ചെന്നിത്തല ഒരു ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. ചർച്ചകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതു തീരുമാനവും താൻ അംഗീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. ആ തീരുമാനം എന്തായാലും അത് എല്ലാവരും ചേർന്ന് നടപ്പാക്കും. ഇനിയും ചർച്ചയുടെ ആവശ്യമില്ല, ചർച്ചയെല്ലാം കഴിഞ്ഞു. ഇല്ല, വലിയ താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എല്ലാ ചർച്ചയും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമില്ല, എല്ലാ ചർച്ചകളും കഴിഞ്ഞതാണ്. ഇനിയിപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കണം. അത് അവരെടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു കെ മുരളീധരൻ. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുമെന്നറിയില്ല. താൻ ഉൾപ്പെടെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ട്രെയിൻ പ്രതികൂല കാലാവസ്ഥ കാരണം സ്റ്റോപ്പിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്, അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. എന്താണെങ്കിലും തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് എന്റെ കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതവിടെ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചിലപ്പോൾ മുൻ പ്രസിഡന്റുമാരോട് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. എന്നോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള MLA-മാരുടെ പട്ടിക വ്യാജമെന്ന് KM അഭിജിത്ത്. താൻ KCയെ പിന്തുണച്ചിട്ടില്ലെന്നും അത് AI ചിത്രമാണെന്നുമാണ് വിശദീകരണം. നാദാപുരത്തെ കല്യാണ വീട്ടിൽ വെച്ച് അഭിജിത്തിനെ ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഈ പ്രതികരണം. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു. തൃശൂർ വാടാനപ്പള്ളിയിൽ KC അനുകൂല ഫ്ലെക്സ് CPM പ്രവർത്തകൻ സ്ഥാപിച്ച സംഭവത്തിൽ പ്രാദേശിക നേതാവിന്റെ ശബ്ദരേഖ പുറത്ത്. കോൺഗ്രസ് പാർട്ടിയിൽ വിപ്ലവം ഉണ്ടാക്കാനാണ് അത് ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ക്യാമറ ഉള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും ആവണശ്ശേരി മുഹമ്മദ് പറഞ്ഞു. എൻ്റെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ എതിരുള്ള ഒരു പാർട്ടിയുടെ ആൾക്കാരെ ബോർഡാണ് വെച്ചിട്ടുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെ. ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വാടാനപ്പള്ളിയിൽ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി, പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. വാടാനപ്പള്ളി നേതാക്കന്മാർക്കെതിരെ നിരന്തരം പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അത്ര തരം തന്ന കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. ഇത് അറക്കൽ മൊബൈൽ ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ക്യാമറ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ധൈര്യത്തിലാണ് അവിടെ സാധനം വെച്ചത്. അപ്പോൾ നമ്മളെ ഒരുപാട് ചർച്ചകളൊക്കെ ഞാനിത് കണ്ടു കേട്ടു. നമ്മുടെ സ്വന്തം പാർട്ടിക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾക്കാരെ ചർച്ചയും കേട്ട്, ഒരുപാട് നല്ല ആൾക്കാരെ ചർച്ചയും കേട്ട്. ഞാനിതിലൊരു ചർച്ച ആയിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു വിസ്തീർണം തരാൻ വേണ്ടിയിട്ടും അല്ല ഇതിൽ സംസാരിച്ചു. എന്നാലും ഒന്നിനാണ് കുറച്ച് മെസ്സേജുകൾ നമ്മൾ കണ്ടപ്പോൾ നമ്മളിത് ഇട്ടതാണ്. പിന്നെ ആർക്കെങ്കിലും ചൊറിയാൻ നിർബന്ധം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് സംസാരിക്കുക, ഈ ഗ്രൂപ്പിൽ സംസാരിക്കാതെ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയേറുകയാണ്. ഡൽഹിയിൽ തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായി തന്നെ നിർദ്ദേശിക്കാനാണ് സാധ്യത. പിണറായി സന്നദ്ധനായില്ലെങ്കിൽ KN ബാലഗോപാലിനെ പരിഗണിക്കാനാണ് സാധ്യത. CPM-ഉം ഇടതുമുന്നണിയും ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് ഇടതുമുന്നണിക്ക്. മുന്നണി രൂപീകരണത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നിയമസഭയിൽ ശക്തരായ നേതാവ് തന്നെ പാർട്ടിയെ മുന്നിൽ നയിക്കാൻ വേണമെന്ന അഭിപ്രായമുള്ളവർ CPM-ലുണ്ട്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേര് ഇപ്പോൾ CPM-ന് മുൻപിലില്ല. പിണറായി വിജയനെതിരായ നെഗറ്റീവ് വോട്ട് കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് അഭിപ്രായമുള്ളവർ ഘടകകക്ഷികളിലടക്കമുണ്ട്. CPM-ലും അത്തരം നിലപാടുള്ളവരുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ പിണറായി തന്നെ വന്നില്ലെങ്കിൽ പ്രതിപക്ഷം തീർത്തും ദുർബലമാകും നിയമസഭയിൽ എന്ന അഭിപ്രായത്തിലാണ് ഇടതുമുന്നണിയിൽ, പ്രത്യേക CPM-ൽ ശക്തി കൂടുതൽ, അല്ലെങ്കിൽ അതിനാണ് പിന്തുണ കൂടുതൽ. അതുകൊണ്ട് തന്നെ പിണറായി കുറച്ചു നാളത്തേക്കെങ്കിലും
മുന്നണിയെ നയിക്കണം, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് നയിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലും അതേ നിലപാട് ഉയർന്നു വന്നാൽ പിണറായി തന്നെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാകും. ഒരു ചുരുങ്ങിയ കാലത്തേക്കിലും, പൂർണ്ണമായും ഒരു 5 വർഷ ടേമിൽ അല്ലെങ്കിൽ പോലും ചുരുങ്ങിയ കാലത്തേക്കിലും പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. പിണറായി വിജയൻ അതിനെ നോ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകും. അത്തരം ചർച്ചകളാണ് CPM നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. CPM-ന്റെ ഇന്ന് അവസാനിക്കുന്ന പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ അതിൽ അന്തിമ ധാരണയുണ്ടാകും. അതിനുശേഷം നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. ആ യോഗങ്ങളിലാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുക, അത് സംസ്ഥാന സമിതിയുടെ കൂടി അഭിപ്രായം എടുത്ത ശേഷമാകും. ഏതായാലും പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന ഘടകകക്ഷികൾ CPI-യുടെ നേതൃയോഗങ്ങളിൽ ആവശ്യപ്പെടുന്നു. CPI ഔദ്യോഗികമായ കാര്യം ആവശ്യപ്പെടില്ല, കാരണം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ട അവകാശം CPM-നാണ്. പക്ഷേ അത്തരം ചർച്ചകൾ പല ഘടകകക്ഷികൾക്ക് ഉള്ളിലുമുണ്ട്. എന്നാൽ അത് CPM പരിഗണിക്കാനിടയില്ല. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഉപനേതാവായി KN ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗം വന്നേക്കാം. ഇനി പിണറായി വിജയൻ മാറി നിന്നാൽ മാത്രം ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയൊരു പരീക്ഷണത്തിലും CPM തയ്യാറായിരിക്കും. പക്ഷേ നിലവിലെ സൂചന അനുസരിച്ച് പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. കഴക്കൂട്ടം മണ്ഡലത്തിലെ കുളത്തൂരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ പാർട്ടിയാണ് വേണ്ടതെന്നും വ്യക്തികളല്ല എന്നുമാണ് ഫ്ലെക്സിൽ സൂചിപ്പിക്കുന്നത്. CPIM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം കുളത്തൂരിന്റെ ചിത്രവും ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് ശേഷം പുതിയ KPCC അധ്യക്ഷനെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത. സണ്ണി ജോസഫിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനാലാണ് ഈ തീരുമാനം. പകരക്കാരനെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് ഉടൻ ചർച്ചകളിലേക്ക് കടക്കും. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷൻ എന്നിവർക്കാണ് കൂടുതൽ സാധ്യത. UDF മന്ത്രിസഭയിൽ നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർണായകമായ ഒരു പദവിയിൽ എത്തുമെന്ന കാര്യം ഉറപ്പായതിനു പിന്നാലെയാണ് സണ്ണി ജോസഫിന് പകരക്കാരനായി KPCC അധ്യക്ഷ പദവിയിലേക്ക് ആര് എന്ന ചോദ്യം കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായിരിക്കുന്നത്. ഹൈക്കമാൻഡും വലിയ തരത്തിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. KPCC-യിൽ ഒരുപക്ഷെ തലപ്പത്ത് സമഗ്രമായ ഒരു അഴിച്ചുപണിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. കാരണം നിലവിൽ വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ വന്നാൽ KPCC അധ്യക്ഷനും 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മാറുന്ന സാഹചര്യം വരും. അധ്യക്ഷ പദവിക്കായി ഇതിനോടകം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം നിഷേധിക്കപ്പെട്ട MP-മാരിൽ 3 പേർ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കണം, ഇത്തവണയെങ്കിലും ഒരു അവസരം നൽകണം, ദീർഘവർഷങ്ങളായി തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ആവശ്യം ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ നേരിൽ കണ്ട അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹത്തോട് വ്യക്തിപരമായി അറിയിച്ചിരിക്കുകയാണ്. അതിനു പുറമെ ബെന്നി ബെഹനാൻ, ക്രൈസ്തവ പ്രാതിനിധ്യമാണ് പരിഗണിക്കുന്നതെങ്കിൽ ബെന്നി ബെഹനാന്റെയും ആന്റോ ആന്റണിയുടെയും പേരിനായിരിക്കും മുൻതൂക്കം ലഭിക്കുക. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് കപ്പിനും ചുണ്ടിനുമടിയിൽ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടയാളാണ് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണി. ബെന്നി ബെഹനാനു വേണ്ടിയും A ഗ്രൂപ്പാണ് വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അതോടൊപ്പം ഒരു യുവമുഖമാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ആദ്യം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും പിന്നീട് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മറ്റ് കോൺഗ്രസ് മന്ത്രിമാരെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിന് പിന്നാലെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, നിലവിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന DCC KPCC ഭാരവാഹികളെയും ആ ചുമതലകളിൽ നിന്ന് മാറ്റിയേക്കും. കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ മറ്റ് ഒരുപാട് നേതാക്കളുണ്ട്. അവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നൽകിയ ഉറപ്പാണ് പാർട്ടി അധികാരത്തിലെത്തിയാൽ എല്ലാ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് പരിഗണിക്കാമെന്നത്. അങ്ങനെ വന്നാൽ ആ നീക്കങ്ങളുടെ ഭാഗമായി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ യുവമുഖങ്ങളെയും മറ്റ് മുതിർന്ന നേതാക്കളെയുമൊക്കെ KPCC-യുടെയും DCC-യുടെയും അമരത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും നേതൃത്വത്തിന്റെ ചർച്ചകളിൽ സജീവമായി പുരോഗമിക്കുകയാണ്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ് തായ് വഴക്കത്തിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചതിൽ പുതിയ രാഷ്ട്രീയ വിവാദം. പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നാരോപിച്ച് DMK-യും ഇടതുപക്ഷവും ശക്തമായി രംഗത്തെത്തി. പിന്തുടർന്നു വന്ന രീതി തുടരുമെന്നും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ലെന്നുമാണ് TVK ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണം. ഖജനാവ് കാലിയായെന്ന വിമർശനം സ്റ്റാലിൻ വിജയ് വാഗ്പോരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാടിന്റെ 17ാം നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ് അടക്കം MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.
ഇന്നലെ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരത്തിനും ദേശീയഗാനത്തിനും ശേഷമാണ് തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് താഴ്വാഴ്ത്ത് ആലപിച്ചത്. തമിഴ്നാട്ടിൽ പൊതുപരിപാടികളിൽ തമിഴ് താഴ്വാഴ്ത്ത് ആലപിച്ചു തുടങ്ങി ഒടുവിൽ ദേശീയഗാനം ആലപിക്കുന്നതാണ് കീഴ്വഴക്കം. പതിവിൽ നിന്നുള്ള മാറ്റമാണ് രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചത്. പ്രോട്ടോകോൾ ലംഘനമെന്ന് വിമർശിച്ച് ഇടതു പാർട്ടികൾ രംഗത്തെത്തി. എന്നാൽ വന്ദേമാതരം ആദ്യം ആലപിച്ചത് പുതിയ കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരമാണ് എന്നാണ് TVK വൃത്തങ്ങൾ വിശദീകരിച്ചത്. പിന്തുടർന്നു വന്ന രീതി തുടരുമെന്ന് TVK നേതാവ് ആദവ് അർജുന വ്യക്തമാക്കി. ദേശീയഗാനത്തിനു മുൻപായി വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനുവരി 28 മാർഗനിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷം വിമർശന സ്വരം കടുപ്പിക്കുന്നത്. ഖജനാവ് കാലിയെന്ന് വിജയ് പറഞ്ഞത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തിരിച്ചടിച്ചു. നിയമസഭാ സമ്മേളനത്തിനും ഇന്ന് തുടക്കമായി. പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ മുമ്പാകെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட எடப்பாடி K. பழனிசாமி என்னும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட உதயநிதி ஸ்டாலின் எனும் நான் ചട്ടമുറപ്പടി നിറുവപ്പെട്ടുള്ള ജയലളിതയുടെ ചിത്രം പോക്കറ്റിലിട്ടാണ് വിജയ് മന്ത്രിസഭയുടെ സെങ്കോട്ടയ്യൻ സത്യപ്രതിജ്ഞ ചെയ്തത്. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ്. ബുധനാഴ്ചക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, News 18. SIR നടപ്പിലാക്കിയതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന് മികച്ച വിജയമുണ്ടായതെന്ന് ശശി തരൂർ MP. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പിന്റെ ഗുണഫലം നേടിയിരുന്നത് CPM ആണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുപയോഗിച്ച് CPM നേട്ടമുണ്ടാക്കി. CPMന്റെ കനത്ത പരാജയത്തിന് കാരണം SIR കാരണമായെന്നും തരൂർ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തോൽവിക്കിടവച്ചതും SIR ആണ് എന്നും തരൂർ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു സെമിനാറിൽ സംസാരിക്കവേ വ്യക്തമാക്കി. Look at the Bengal case. 91 lakh names were struck off the rolls. Of those, 34 lakh living human beings have appealed, saying that they are around and they are legitimately entitled to vote. The rules have required each case to be adjudicated individually, so only a few hundred were adjudicated before the vote. To this day, there are some 32 lakh people who might be found to have been legitimate voters in the remaining years while the adjudication carries on, but they have missed their chance to vote. And the BJP won Bengal by a margin of 30 lakh votes. Now you tell me, is that entirely fair and democratic? This is the question that I ask. It's honestly, I have no problem with deleting spurious, deleted, absent, migrated voters. And particularly in Kerala, I suspect the Congress benefited from the deletions because the CPM was long a past master of double enrollment, triple enrollment, quadruple enrollment, the same people in 4 different booths and so on. That used to happen. And so they were eliminated by the SIR. And as you said, in Kerala and Tamil Nadu, there were very few appeals. പശ്ചിമബംഗാളിലെ തോൽവിയെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. മമതാ ബാനർജിക്കും അനന്തരവൻ അഭിഷേക് ബാനർജിക്കുമെതിരെ പടയൊരുക്കം നടക്കുന്നതായിട്ടാണ് സൂചന. പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ശനിയാഴ്ച തൃണമൂൽ കോൺഗ്രസ് 3 വക്താക്കളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. TMC വക്താവ് റിജു ദത്ത മുൻകാലങ്ങളിൽ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയോടും മറ്റ് BJP നേതാക്കളോടും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. ഭരണമാറ്റത്തിന് പിന്നാലെ കൂടുതൽ സംഘപരിവാർ അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ പശ്ചിമബംഗാളിലെ BJP സർക്കാർ. പശുക്കടത്ത് തടയുന്നതിൽ പുതിയ സർക്കാർ കർശനമായ ചില തീരുമാനങ്ങൾ കൊണ്ടുവരുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് അനധികൃതമായി കന്നുകാലി കടത്ത് നടക്കാതിരിക്കാൻ കർശന പരിശോധന നടത്തണം. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കണം. പുതിയ സർക്കാരിൻ്റെ ആദ്യ പരിഗണന നിയമസമാധാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലാണെന്നും ഭരണ വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കും സുവേന്ദു അധികാരി സർക്കാർ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സെൻസസ് നടപടികൾ പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. BSFന് സംസ്ഥാനത്ത് ഭൂമി അനുവദിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്.
ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ ഗുവാഹത്തിയിൽ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം ഹിമന്ത ബിശ്വ ശർമ്മയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയോടൊപ്പം 102 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉടൻ വർദ്ധിപ്പിക്കാൻ സാധ്യത. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ പ്രധാനമന്ത്രി 10 നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതിന്റെ സൂചനയെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ധന ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ കമ്പനികളും ചർച്ച ചെയ്തു തുടങ്ങി. पेट्रोल डीजल का संयम से इस्तेमाल करना। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें। യുദ്ധത്തെ തുടർന്ന് ഇറക്കുമതി കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില 100-ന് മുകളിൽ തന്നെ. 10 ആഴ്ചക്കിടെ 1 ലക്ഷം കോടിയുടെ നഷ്ടമെന്നാണ് എണ്ണ കമ്പനികളുടെ കണക്ക്. സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞതിലൂടെ കേന്ദ്ര സർക്കാരിന് പ്രതിമാസം 14,000 കോടിയുടെ നഷ്ടം. ഈ പശ്ചാത്തലത്തിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ഒപ്പം ഇന്ധന ഉപയോഗം കുറയ്ക്കുകയും വേണം. പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ആശ്രയിക്കണം. കാർ പൂളിംഗ് സംവിധാനം വ്യാപകമാക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കണം. വർക്ക് അറ്റ് ഹോം പ്രോത്സാഹിപ്പിക്കണം. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഈ 10 നിർദ്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങളും സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ കമ്പനികളും ചർച്ച ചെയ്തു തുടങ്ങി. ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ധന വിലവർദ്ധനവ് തീരുമാനം ഉടനുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പെട്രോളിയം കമ്പനികളുടെ സമ്മർദ്ദം മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് മൂലം തീരുമാനം നീട്ടിവെച്ചു. ക്രൂഡ് ഓയിൽ വില വർധനവാണ് ഇപ്പോൾ കാരണമായി പറയുന്നതെങ്കിലും മുമ്പ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ ചില്ലറ വില കുറച്ചില്ലല്ലോ എന്ന മറുചോദ്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണ ഉപഭോഗം നിയന്ത്രിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന സ്വർണ്ണാഭരണ വിപണിയെ തകർക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വിവാഹ സീസണിനിടയിൽ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായ ഈ നീക്കം ജ്വല്ലറി മേലയെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികളുടെ സംഘടന കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. लेकिन देश हित में हमको ये तय करना पड़ेगा कि साल भर तक घर में कोई भी फंक्शन हो, कोई भी कार्यक्रम हो, हम सोने के गहने नहीं खरीदेंगे, सोना नहीं खरीदेंगे. ലോകത്ത് ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. വർഷം തോറും 700 മുതൽ 800 ടൺ വരെ സ്വർണമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ മോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഇത് 500 ടണ്ണായി കുറഞ്ഞേക്കാമെന്നാണ് CTIയുടെ മുന്നറിയിപ്പ്. വിവാഹ സീസണിൽ ഈ പ്രസ്താവന വന്നത് മേഖലയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഉപഭോക്താക്കളിൽ ഭയം സൃഷ്ടിച്ച് സ്വർണം വാങ്ങൽ കുറയുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. ചെറിയ ജുവലറിമാർ, സ്വർണ്ണപ്പണിക്കാർ, കരകൗശല തൊഴിലാളികൾ എന്നിവർക്ക് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടാകുമെന്നാണ് ആശങ്ക. ചില സ്ഥാപനങ്ങൾ ജീവനക്കാരെ പിരിച്ചുവിടേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ സംസ്കാരത്തോടും വിവാഹ ചടങ്ങുകളോടും സ്വർണത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് CTI നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഈ ആഹ്വാനം സാധാരണ ജനങ്ങളെയും വ്യാപാര മേഖലയും ഒരേപോലെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജ്വല്ലറി മേഖലയെ നിലനിർത്താൻ ഇനി പുതിയ വ്യാപാര തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട സാഹചര്യമാണെന്നാണ് വ്യാപാര സംഘടനകളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പശ്ചിമേഷ്യയിൽ ആശങ്ക ഒഴിയുന്നില്ല. US-ന്റെ സമാധാന നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ പ്രതികരണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇറാൻ ഉന്നയിച്ചത്. ആണവ വിഷയങ്ങളെപ്പറ്റി യാതൊരു പ്രതികരണവും നടത്താത്തതും US-നെ ചൊടിപ്പിച്ചു. അതേസമയം ട്രംപിന്റെ ആർത്തിക്ക് മുന്നിൽ കീഴടങ്ങാനാകില്ലെന്ന് ഇറാൻ തിരിച്ചടിച്ചു. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി.
പശ്ചിമേഷ്യയിൽ US-ഉം ഇറാനും ഇപ്പോഴും പരസ്പരം മുഖം തിരിച്ച് നിൽക്കുന്നത് കാരണം സമാധാനം അകലെയാണെന്ന് നിസ്സംശയം പറയാനാകും. US സമർപ്പിച്ചിരുന്ന സമാധാന നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ പ്രതികരണം അത് ഇന്നലെ US-നെ അറിയിച്ചിരുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപ് തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പരമാധികാരം ഉൾപ്പെടെ 4 പ്രധാന ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ പരമാധികാരം അത് US-ഉം മറ്റ് ലോകരാജ്യങ്ങളും അംഗീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഹോർമുസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര ഗതാഗത പാതയായിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ ഇറാന്റെ ഒരു പരമാധികാര മേഖലയായിട്ടാണ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് US ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുകൾ വിട്ടു നൽകണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ലെബനനിൽ ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന ഒരു ആവശ്യവും ഇറാൻ US-ന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഇത് കൃത്യമായി US നിറവേറ്റണം എന്നുള്ളതും ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതുമാത്രമല്ല ഈ ആണവ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് US ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ഇതിൽ ഇറാൻ ഇതുവരെയും പ്രതികരണം അറിയിച്ചിട്ടില്ല. ഈ ആണവ വിഷയത്തെ സംബന്ധിച്ച് ഇസ്രായേലിനും കൃത്യമായിട്ടുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത് ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്നാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ഇനിയും സൈനിക നടപടികൾ തുടരും. ഇറാനുള്ളിൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ ആണവ നിലയങ്ങൾ പലതും ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ് എന്നതും ഇസ്രായേൽ ആരോപിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇറാൻ US-ന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഈ 4 നിർദ്ദേശങ്ങളും അവർ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ട്രൂ സോഷ്യലിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഇറാന്റെ പ്രതികരണവും നിലവിൽ വരുന്നുണ്ട്. ഇറാൻ ഇക്കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ട്രംപിന്റെ അത്യാർത്തിക്ക് മുന്നിൽ കീഴടങ്ങാനാകില്ല എന്നാണ് അവർ ഒരു പ്രതികരണമായി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല IRGC വലിയൊരു മുന്നറിയിപ്പും മുന്നോട്ട് വയ്ക്കുന്നു. US-ഓ ഇസ്രായേലോ ഇറാന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുവൈറ്റിന്റെയും UAE-യിലെയും ആകാശത്ത് ചില ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതത് രാജ്യങ്ങളിലുള്ള പ്രതിരോധ മന്ത്രാലയങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഡ്രോണുകൾ ഉടൻ തന്നെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖത്തർ അവരുടെ സമുദ്രാതിർത്തിയിൽ ഒരു കണ്ടെയ്നർ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അത് ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയും ഇറാനും ഹോർമുസ് കടലിടുക്കിൽ കൊമ്പുകോർക്കുന്ന ഒരു അവസ്ഥ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ആക്രമണങ്ങളൊന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് 75 വർഷങ്ങൾ തികയുന്ന വേളയിലായിരുന്നു ഈ സന്ദർശനം. ജാംനഗറിൽ നിന്ന് വ്യോമമാർഗം സോമനാഥിലെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രത്യേക പൂജകൾ അർപ്പിച്ച പ്രധാനമന്ത്രി കുംഭാഭിഷേക ചടങ്ങുകളിലും പങ്കെടുത്തു. ഭാരതത്തിന്റെ അജയ്യമായ ആത്മാവിന്റെ പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഉപമുഖ്യമന്ത്രി ഹർഷ സംഘ്വി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റൈപ്പൻഡ് വിതരണത്തിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സൂചനാ സമരം സംഘടിപ്പിച്ചു. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമാവാത്തതോടെയാണ് ഇന്ന് സൂചനാ സമരം സംഘടിപ്പിച്ചത്. ശാശ്വത പരിഹാരമുണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG വിദ്യാർത്ഥികൾ നടത്തിയ സൂചനാ സമരമായിരുന്നു ഇന്ന് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ നടന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്, അതായത് എല്ലാ മാസവും 5-ാം തീയതിക്ക് അകം ലഭിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് 10-ാം തീയതി 15-ാം തീയതി ആയിട്ടടക്കം പല മാസങ്ങളിൽ ലഭിക്കുന്നില്ല. കഴിഞ്ഞ മാസം ഏപ്രിൽ, അതായത് വിഷുവിനോടനുബന്ധിച്ചടക്കം 10-ാം തീയതിയോട് കഴിഞ്ഞാണ് സ്റ്റേറ്റ്മെന്റ് ലഭിച്ചതെന്നാണ് കുട്ടികളുടെ പരാതി. മാത്രമല്ല, വലിയ രീതിയിൽ ജോലി ചൂഷണം അടക്കം നടക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ കൃത്യമായി PG ഡോക്ടർ കൂടി ഉൾപ്പെട്ടുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിസന്ധി ഒഴിവായി പോകുന്നത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ PG ഡോക്ടർമാരെ ഇങ്ങനെ, അതായത് കൃത്യമായി ലഭിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് ധർണയും പിന്നീട് പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയത്. ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ, അതായത് 10-ാം തീയതിക്കകം 5-ാം തീയതിക്കകം നൽകണം, അതായത് സ്റ്റേറ്റ്മെന്റ് 5-ാം തീയതിക്കകം നൽകണമെന്ന് DMAയുടെ സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പാളും മറ്റ്, അതായത് ജീവനക്കാർ, അതായത് ഓഫീസുകളിലെ ജീവനക്കാരടക്കം ഇതിൽ ഒരു ഉദാസീനത കാണിക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് PG വിദ്യാർത്ഥികൾ നേരിടുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതിനിധി നമ്മോട് പ്രതികരിച്ചത്. എല്ലാ മാസവും 5-ാം തീയതി ക്രെഡിറ്റ് ആവേണ്ട സ്റ്റൈപ്പൻഡ് കഴിഞ്ഞ 6 മാസമായി നിരന്തരമായി 10-ാം തീയതിക്ക് 15-ാം തീയതിക്ക് ശേഷമാണ് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ പറയുന്നത് ഇവിടുത്തെ ഓഫീസിലെ ആൾക്കാരുടെ കുറവാണ്, വെരിഫിക്കേഷന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് വൈകി പോകുന്നത്. സ്വാഭാവികമായ നടപടിയാണ്, വളരെ ലഘൂകരിച്ചാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പാളിനായിക്കോട്ടെ, അസോസിയേറ്റ് പ്രൊഫസർമാർക്കായിക്കോട്ടെ, സ്റ്റാഫ് നഴ്സുമാർക്കായിക്കോട്ടെ, ഗവൺമെന്റ് ഒഫീഷ്യൽ ഗവൺമെന്റ് എംപ്ലോയീസിനായിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടെ സ്റ്റൈപ്പൻഡ് കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. ധർണയ്ക്ക് ശേഷം പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയിൽ ഒരു പരിധിവരെ ധാരണയിലെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇനി വരുന്ന മാസങ്ങളിൽ ഇതിലൊരു കൃത്യമായൊരു തീരുമാനമുണ്ടാകും. മാത്രമല്ല, അറ്റൻഡൻസ് കൃത്യമായി ഓഫീസുകളിലേക്ക് എത്തുകയും അത് ക്ലിയർ ചെയ്യുകയും അടക്കം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ഒപ്പം തന്നെ മറ്റ് വകുപ്പ് മേധാവികൾക്കും ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായി നോട്ടീസ് നൽകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകുമെന്നും പ്രിൻസിപ്പാൾ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല എങ്കിൽ നാളെ മുതൽ ചെറിയ രീതിയിലുള്ള, അല്ലെങ്കിൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റും അതിലടക്കം ഇവരുടെ സഹകരണം ഒഴിവാക്കിക്കൊണ്ടുള്ള കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. അവയവദാന വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ സംസ്ഥാന തലത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുന്നു. ജില്ലാ തലത്തിലുള്ള സംഘത്തിന് പുറമെയാണ് സംസ്ഥാന തലത്തിലും ഇത്തരമൊരു സംഘം രൂപീകരിക്കുക. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണെന്നും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അവയവദാനത്തിന് വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. മാത്രമല്ല, ജില്ലാ തലത്തിലുള്ള അന്വേഷണ സംഘത്തിന് പുറമെയാണ് പുതിയ ഒരു അന്വേഷണ സംഘം കൂടി ഈ വിഷയം അന്വേഷിക്കുക. ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വിപുലമായി നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് ഒരു വലിയ നെറ്റ്വർക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വിക്ടിങ്ങളെ കണ്ടെത്തിയിട്ട് അവർ പൈസ ഒക്കെ കൊടുത്ത് ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ഒരു വലിയ നെറ്റ്വർക്കാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റിലിരുന്ന്. അതനുസരിച്ചാണ് സ്റ്റേറ്റ് വൈഡ് നമുക്ക് സിൻക്രണൈസ്ഡ് സെർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ കാസർഗോഡ് തൊട്ട് കൊല്ലം സിറ്റി വരെ ഏകദേശം നമുക്കൊരു 5 കേസുകളെല്ലാം എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് വൈഡ് ഇത് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉപയോഗിച്ച് മുൻകൊണ്ടു പോകാനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. അന്വേഷണം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിസും അതിനോട് ഒരു ഭാഗമായിട്ട് വരും. അത് വിത്ത് നോളജ് വിത്തൗട്ട് നോളജ് ആണോ ഇല്ല, അത് ഒരു ഗവൺമെന്റ് ഇത് നേരത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു SOPയും പ്രൊസീജിയറും ഉള്ള മേഖലയാണ്. അതെങ്ങനെ ഇവർ ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കണ്ടെത്തേണ്ടിയുള്ളത്. ഇന്നലെയാണ് മുഖ്യപ്രതി നജീബ് പിടിയിലായത്. നജീബിനെ നിലവിൽ റിമാൻഡിലാണ് നജീബ് ഉള്ളത്. നജീബിനെ കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ നൽകിയേക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ 7 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, റിമാൻഡിലുള്ളത്. ഈ 7 പ്രതികളും ഈ നജീബിനെ സഹായിക്കുകയായിരുന്നു. അതായത് അവയവദാനത്തിന് വ്യാജരേഖകൾ ഉണ്ടാക്കി അവയവ കച്ചവടം നടത്തി വരികയായിരുന്നു ഈ സംഘം. നജീബ് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തിയവർക്ക് ധനം വാഗ്ദാനം ചെയ്ത ശേഷം 20 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അതേസമയം ഇവരിൽ നിന്നും അവയവം തട്ടിയെടുത്ത ശേഷം 9 ലക്ഷം രൂപ ദാതാവിന് നൽകുകയും ബാക്കി പണം നജീബ് തട്ടിയെടുക്കുകയായിരുന്നു. ഇതൊരു പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് തിരിഞ്ഞത്. പക്ഷേ
ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്നും സ്റ്റുഡിയോയിൽ നിന്നും നിരവധി വ്യാജരേഖകളാണ്. എംപിമാരുടെയും MLA-മാരുടെയും ലെറ്റർ ഹെഡുകൾ, വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സീലുകൾ അടക്കമുള്ള ലെറ്റർ ഹെഡുകൾ, അതുമായി ബന്ധപ്പെട്ട അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളുടെ ഒരു രൂപരേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നജീബിന്റെ ഭാര്യ റഷീദ, സണ്ണി വർഗീസ്, സിനി വർഗീസ്, കൊല്ലം സ്വദേശികളായ ശ്രീജ, സുധീർ, ഈ ഫോട്ടോസ്റ്റാറ്റ് ഇവിടുത്തെ കൊച്ചിയിലെ സ്റ്റുഡിയോ ഉടമയായിട്ടുള്ള സയൻസ് ലാബ് സ്റ്റുഡിയോ ഉടമയായിട്ടുള്ള സനോജ് തുടങ്ങിയവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ആശുപത്രികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ ഇതിന് ഒത്താശ ചെയ്ത് നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുക. നിലവിൽ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ മാത്രമാണ് പോലീസ് പരിശോധിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണോ എന്നുള്ള കാര്യവും പരിശോധിച്ചു വരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ഒളിവിലായിരുന്ന എളമക്കര സ്റ്റേഷൻ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിലായി. ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പണം തട്ടിയ കേസിൽ ഡോക്ടർ പരാതിയിലുമാണ് അറസ്റ്റ്. ഇയാളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. യുവതിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയും ഡോക്ടറുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് എറണാകുളം എളമക്കരയിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒളിവിലായിരുന്നു. നേരത്തെ യുവതിയെ ഈ ഒരു പരാതിയുമായി അവർക്കുള്ള ഒരു പരാതിയുമായി എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തുകയും തുടർന്ന് അവരുടെ നമ്പർ സംഘടിപ്പിക്കുകയും അതേ തുടർന്ന് നിരന്തരം മുജീബ് റഹ്മാൻ ആ ഫോണിലേക്ക് വിളിച്ച് അവരോട് തന്റെ ലൈംഗിക താല്പര്യത്തിന് വശംവദയാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അത് തനിക്ക് പറ്റില്ല, അതിന് താൻ വഴങ്ങില്ല എന്ന് യുവതി കട്ടായം പറഞ്ഞതോടുകൂടി യുവതിയെ ലഹരി കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നീട് മുജീബ് റഹ്മാന്റെ നീക്കം. ഇതേ തുടർന്നാണ് യുവതി എളമക്കര പോലീസിന് പരാതി നൽകിയത്. തുടർന്ന് ഈ പോലീസുമായി ബന്ധപ്പെട്ട്, അതായത് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുജീബ് റഹ്മാൻ ഒരു പ്രതിയെ പിടികൂടുന്നു. ആ പ്രതിയുടെ കോൾ ലോഗിൽ ഡോക്ടറുടെ നമ്പർ ഉണ്ടാകുന്നു. പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടറുടെ നമ്പർ ഉണ്ടാക്കുന്നു. അത് ലഹരി കേസിലെ പ്രതിയുടെ ഫോണിൽ അദ്ദേഹത്തിന്റെ നമ്പർ കണ്ടതുകൊണ്ട് തന്നെ ലഹരി കേസിൽ പെടുത്തും, അതല്ലെങ്കിൽ തനിക്ക് 1.5 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ട മുജീബ് റഹ്മാൻ നിരന്തരം ഡോക്ടറെ ഫോണിൽ വിളിക്കുകയും അതുപോലെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. ഇത് ഡോക്ടർ നൽകിയ രണ്ടാമത്തെ പരാതിയാണ്. ആദ്യത്തെ പരാതിക്ക് ശേഷം മുജീബ് റഹ്മാൻ കുറച്ചു കാലം അവധിയിലായിരുന്നു. തുടർന്ന് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ഡോക്ടറുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള FIR രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മുജീബ് റഹ്മാൻ ഒളിവിൽ പോയിരുന്നു. എന്തായാലും ഇന്ന് മുജീബ് റഹ്മാൻ അറസ്റ്റിലായിരിക്കുകയാണ്. മുജീബ് റഹ്മാന് എതിരെയുള്ള നടപടികൾ, അതായത് ഇന്നലെ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നതുമാണ്. എന്തായാലും നിലവിൽ എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാൻ അറസ്റ്റിലായിരിക്കും. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളിൽ ഇത് പീരീഡിൽ നോക്കുമ്പോൾ ഇത് ഏകദേശം 9-10 മാസം മുൻപുള്ള കേസാണ്. ആ സമയത്തിൽ തന്നെ അന്വേഷണത്തിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പോയിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാളേജ് മെന്റലി ഇൻപുട്ടും കിട്ടിയ രീതിയിൽ നമുക്ക് കേസെടുത്ത് പുള്ളിന് അറസ്റ്റുമായിട്ടുണ്ട്. സോ അതൊരു അറസ്റ്റഡ് ആയിട്ട് പിടിയിലായി. സോ നമുക്കത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ കാണാം. ഇറ്റ്സ് നോട്ട് മിയർലി ഡിസിപ്ലിനറി ആക്ഷൻ. ഡിസിപ്ലിനറി ആക്ഷൻ ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ആരോപണം വന്ന സമയത്ത് തന്നെ അവരെ ഇങ്ങോട്ട് AR ക്യാമ്പിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സസ്പെൻഷനായി. ഇപ്പോൾ പുള്ളി പിടിയിലായത് ഉണ്ട്. പിന്നെ ഇത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ്. അമ്മ ട്രഷറർ ഉണ്ണി ശിവപാലിനെതിരെ മാനസിക പീഡനത്തിന് പരാതി. പ്രതികാര നടപടിയായി പിരിച്ചുവിട്ടുവെന്നാണ് ആരോപണം. ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി അതുല്യയാണ് കൊച്ചി കമ്മീഷണർക്ക് പരാതി നൽകിയത്. നോർത്ത് പോലീസിന് കൈമാറിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. അവധി ദിവസങ്ങളിൽ പോലും വിളിച്ചു വരുത്തി അടിമയെപ്പോലെ പണിയെടുപ്പിച്ചിരുന്നുവെന്ന് അതുല്യ മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മ ട്രഷറർ ഉണ്ണി ശിവപാൽ, അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസിലെത്തിയ അതുല്യ വിശദമായിട്ടുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്റെ പക്കലുള്ള തെളിവുകളും പോലീസിന് മുന്നിൽ ഹാജരാക്കിയെന്ന് കൂടിയാണ് പരാതിക്കാരിയായിട്ടുള്ള അതുല്യ വ്യക്തമാക്കുന്നത്. സെപ്റ്റംബറിലാണ് അതുല്യ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ജീവനക്കാരിയായി ജോയിൻ ചെയ്യുന്നത്. ആ സമയം മുതൽ തന്നെ ശിവപാലിൽ നിന്നും മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്നാണ് അതുല്യ പറയുന്നത്. പ്രത്യേകിച്ച് താൻ ചെയ്യുന്ന ജോലികളിലെല്ലാം എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുകയും ഓവർ ടൈമായിട്ട് തന്നെ പണിയെടുപ്പിക്കുകയും ചെയ്യുന്നു.
9 മണി മുതൽ 5 മണി വരെയാണ് ഈ ജോലി സമയം. പക്ഷേ അതിനപ്പുറത്തേക്കും തന്നെ രാത്രിയൊക്കെ ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നു. രാത്രി 11-12 മണിക്കൊക്കെ ഉണ്ണി ശിവപാൽ തന്നെ വിളിക്കുകയും ജോലി ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പലതവണ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്കുവിൻ്റെ മറുപടി ഉണ്ണി ശിവപാലിനെ അനുസരിച്ച് മാത്രമേ നിൽക്കാൻ കഴിയൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജോലി പോകും എന്നൊരു പ്രതികരണമാണ് കുക്കു പരമേശ്വരനിൽ നിന്നും ലഭിച്ചതെന്നാണ് അതുല്യ വ്യക്തമാക്കുന്നത്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് മുതൽ കുക്കു പരമേശ്വരനായിരുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം അതിൻ്റെ അടുത്ത ദിവസം മുതൽ ട്രഷറർ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ അൺപ്രൊഫഷണലി ആയിട്ടാണ് കുക്കു ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം എന്നെ എടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്ക് പറയുക, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇതുപോലെ വഴക്ക് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുന്ന രീതിയിൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേന് എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന മിസ്റ്റേക്കുകൾ പോലും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നതായിട്ട് മീറ്റിങ്ങിലൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ട് പ്രസിഡന്റ് പറഞ്ഞ പ്രകാരം ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി സെക്രട്ടറി, ഞാൻ, പ്രസിഡന്റ്, ട്രഷറർ ഉള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും കമ്മ്യൂണിക്കേഷൻ അതുവഴി മാത്രമാക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്തു. 9 മണി തൊട്ട് 5 മണി വരെ എന്നാണ് എൻ്റെ ഡ്യൂട്ടി ടൈം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 9 മണി തൊട്ട് 5 മണി വരെ ഞാൻ ജോലി ചെയ്ത ഒരു ദിവസം പോലും ഇല്ലെന്നുള്ളത് എൻ്റെ അറ്റൻഡൻസ് നോക്കിയാൽ മനസ്സിലാവും. ഇയാൾ തന്നെ എന്നെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളി ഹാപ്പി അല്ലെങ്കിൽ ഞാൻ ജനറൽ സെക്രട്ടറിയോട് തന്നെ പറഞ്ഞു വിടുന്നു. ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നൊരു ഭീഷണിയാണ്. പലതവണ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മാനസികമായിട്ടുള്ള വലിയ സമ്മർദ്ദമാണ് ഉണ്ണി ശിവപാലിൽ നിന്നും നേരിട്ടത്. ഇതിനെ തുടർന്നാണ് പരാതി നൽകുവാനായി തീരുമാനിച്ചതെന്ന് കൂടി അതുല്യ പറയുന്നുണ്ട്. തന്നെ യാതൊരു കാരണവും കൂടാതെ, അതായത് ജനറൽ സെക്രട്ടറിക്കെതിരെയും ഉണ്ണി ശിവപാലിനെതിരെയും കമ്മിറ്റിയിൽ താൻ പരാതി നൽകിയതിൻ്റെ പ്രതികാര നടപടിയായാണ് തന്നെ യാതൊരു കാരണവും കൂടാതെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി എന്ന തസ്തികയിൽ നിന്നും പിരിച്ചുവിട്ടതെന്ന് കൂടി അതുല്യ പറയുന്നുണ്ട്. ഒപ്പം ലേബർ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് അതുല്യ. എന്തായാലും ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കുക്കു പരമേശ്വരൻ ഇതിലൊരു വിശദീകരണം നൽകുന്നത് ഈ അതുല്യയുടെ ജോലി തൃപ്തികരമായിരുന്നില്ല, മോശമായിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത രീതിയിലാണ് അതുല്യയുടെ പ്രകടനം ഓഫീസിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പിരിച്ചുവിടാൻ കാരണം എന്നുള്ളൊരു വിശദീകരണമാണ് കുക്കു പരമേശ്വരൻ നൽകുന്നത്. പക്ഷേ ഉണ്ണി ശിവപാൽ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ പ്രതിഷേധം. പരീക്ഷ രഹസ്യമായി നടത്തുന്നുവെന്നാണ് ആരോപണം. KSU പ്രവർത്തകർ ഹാൾ ടിക്കറ്റുകൾ കീറിയത്. വാദിച്ചോ ഡൽഹിയിൽ കീർത്തിനഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ സുരക്ഷാ ജീവനക്കാരന് സ്ത്രീയുടെ മർദ്ദനം. ഇരുമ്പ് വടികൊണ്ട് തെരുവുനായെ അടിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് യുവതി മർദ്ദിച്ചത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സംഭവത്തിൽ പോലീസ് അന്വേഷണം एक्शन लिया। जो पुलिस वाले कुछ नहीं कर सकते थे वो आज जसमीर आंटी ने किया, वो भी थाने के बाहर। और ऐसा ही होना चाहिए, जो डॉग्स के साथ करेगा वो ऐसे ही भुगता जाएगा। കർണാടകയിൽ വാഹനാപകടത്തിൽ 2 മരണം. ഒറ്റപ്പാലം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. തെക്കേതിൽ വീട്ടിൽ വിനീതിന്റെ ഭാര്യ ദിവ്യ, അനിയൻ ദീപു എന്നിവരാണ് മരിച്ചത്. ദിവ്യയുടെ ഭർത്താവ് വിനീതിന് ഗുരുതരമായി പരിക്കേറ്റു. കൃഷ്ണഗിരിക്ക് സമീപം കാർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തി ടയർ മാറ്റുന്നതിനിടെ പാതയിലൂടെ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. പാലക്കാട് കൽപ്പാത്തി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 12കാരൻ മരിച്ചു. കൊൽപ്പാളയം സ്വദേശി ആദർശാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. കോതമംഗലം പലവൻപടി പുഴയിൽ മുങ്ങിമരിച്ച 3 വിദ്യാർത്ഥികളുടെ ഭൗതിക ശരീരം കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിൽ പൊതുദർശനത്തിന് എത്തിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും കണ്ണീരോടെ പ്രണാമം അർപ്പിച്ചു. പ്രതിശ്രുത വരന്റെ വിയോഗത്തിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കി. കുമ്പള സ്വദേശി ബി ജയാനന്ദന്റെ മകൾ പ്രഫുല്ലയാണ്
തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് ഹാളിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തന്നെ പ്രതിശ്രുതപരന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് തന്നെ അടക്കണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചാണ് ഇവർ ജീവനൊടുക്കിയത്. 4 മാസം മുമ്പാണ് തമിഴ്നാട് സ്വദേശിയും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മണിയുമായി പ്രഫുല്ലയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. എന്നാൽ 1 മാസം മുമ്പ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇയാൾ മരിച്ചു. യുവതിയുടെ ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. കാസർഗോഡ് സ്വദേശിയായ ഇഷാനയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ബൈക്കും കാറും കൂട്ടിയിടിച്ചുകൊണ്ടായിരുന്നു അപകടം. കോഴിക്കോട് യുവാവ് സഞ്ചരിച്ച സ്കൂട്ടറിനുള്ളിൽ പാമ്പ്. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടും യുവാവ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പുറമേരി സ്വദേശി അൻഫസാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. പുറമേരിയിലെ വീട്ടിൽ നിന്നും ചാലപ്പുറത്തെ ബന്ധുവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. നാദാപുരം പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് കയ്യിലേക്ക് എന്തോ ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി തോന്നിയപ്പോഴാണ് ഇത് പാമ്പിനെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്താണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സഹായത്തോടെ പാമ്പിനെ പുറത്തെടുക്കുകയായിരുന്നു. പാലക്കാട് ബൈക്കിനുള്ളിൽ നിന്നും പാമ്പിനെ പിടികൂടി. ഇന്ന് രാവിലെ മേപ്പറമ്പ് ബൈപ്പാസിലായിരുന്നു സംഭവം. ഉപദ്രവകാരിയല്ലാത്ത മഞ്ഞച്ചേരയായിരുന്നു ബൈക്കിൽ കൊണ്ടത്. മനസാക്ഷിയെ ഞെട്ടിച്ചും കണ്ണീരിലാഴ്ത്തിയും നടന്ന ദുരന്തങ്ങളുടെ ചരിത്രശേഷിപ്പുകളുടെ അവസാനത്തിന് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല. കോയമ്പത്തൂർ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സാണ് ഇപ്പോൾ പൊളിക്കാനായി പട്ടാമ്പിയിലെത്തിച്ചത്. മുമ്പ് കരിപ്പൂർ ദുരന്തത്തിലെ വിമാനം പൊളിച്ചതും പട്ടാമ്പിയിലായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ച കോയമ്പത്തൂർ അവിനാശി ബസ് അപകടത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് തിരുപ്പൂരിലെ അവിനാശിയിൽ KSRTC ബസ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ നടുക്കുന്ന സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ബസ് അണിപ്പോൾ പട്ടാമ്പിയിലെത്തിച്ചാണ് പൊളിക്കുന്നത്. 48 യാത്രക്കാരുമായി ബംഗളൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന KSRTCയുടെ RS 784 നമ്പർ ബംഗളൂരു എറണാകുളം വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച ലോറിയിൽ നിന്നും റോഡിലേക്ക് വീണ കണ്ടെയ്നറിലേക്ക് KSRTC ബസ് ഇടിച്ച് കയറുകയായിരുന്നു. ബസിൻ്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം തിരുവേഗപ്പുറ സ്വദേശികളും മരണപ്പെട്ടു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ്സാണ് 6 വർഷത്തിനു ശേഷം പൊളിക്കുന്നത്. ഇടപ്പാൾ ഡിപ്പോയിൽ നിന്നും പട്ടാമ്പി വാടനാംകുറിശ്ശിയിലെ കാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. KSRTC ലേലത്തിലെടുത്ത് സ്ക്രാപ്പ് ചെയ്യുന്ന പരിപാടി. എത്ര ഉണ്ട്? ഇതിപ്പോൾ 8 ഇനി വരാണ്ട്, സാധനം വരാണ്ട്, വണ്ടികൾ വരാണ്ട്. ഇത് ഓൺലൈൻ ലേലാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ലേലത്തിലെടുക്കും, അങ്ങനെ പൊളിക്കും, നമ്മളിങ്ങനെ കയറ്റി അയക്കുന്ന പരിപാടി. എങ്ങനത്തെ ബസ്സാണ് വരുന്നത്? അതിങ്ങനെ വോൾവോ, മറ്റേ സാധാ ഇങ്ങനത്തെ മറ്റേ സ്കാനിയ ഇതുപോലത്തെ സാധാ ബസ്സുകളൊക്കെ അങ്ങനെ ആ ലെവലിലേക്ക് വരും. വലിയ അപകടത്തിൻ്റെ ബസ് വന്നിട്ടുണ്ട് ഇവിടെ. 24 ആൾക്കാർ മരിച്ച സംഭവം. അത് നമ്മളെ തമിഴ്നാട്ടിൽ ബോട്ടിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു 23 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ലേലത്തിലെടുത്തിട്ടുണ്ട്. അത് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. വരുമ്പോൾ തന്നെ കാണുന്നതാ. നിലവിൽ പട്ടാമ്പിക്കടുത്ത് കണ്ണൂരിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഈ ബസ്സിന് പുറമെ ഉപയോഗമില്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 21 പേരുടെ മരണത്തിനിടയായ കരിപ്പൂർ വിമാന ദുരന്തത്തിലെ എയർ ഇന്ത്യ വിമാനവും പട്ടമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചതാണ്. ബസ് പൂർണ്ണമായി പൊളിക്കുന്നതോടെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു ദുരന്ത ചരിത്രത്തിൻ്റെ ബാക്കി പത്രം കൂടി ഓർമ്മയാകും. ന്യൂസ് 18 പട്ടാമ്പി. 1.5 നൂറ്റാണ്ട് ചരിത്രമുള്ള കണ്ണൂർ മുഴപ്പാലം ഗവൺമെൻറ് UP സ്കൂൾ ഇപ്പോൾ പുതിയ മുഖഛായയിലാണ്. അസൗകര്യങ്ങളുടെ നേർക്കാഴ്ചയായിരുന്ന സ്കൂളിനെ നാടിനാകെ മാതൃകയാക്കി മാറ്റിയത് ഡോക്ടർ ഷമാ മുഹമ്മദ് നേതൃത്വം നൽകുന്ന സോയ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ൽ കണ്ണൂർ താവക്കരയിൽ സ്ഥാപിതമായ വിദ്യാലയം
പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ തണൽ പകർന്ന വിദ്യാലയം. ചരിത്ര പശ്ചാത്തലം ഏറെയുണ്ടെങ്കിലും അവഗണനകളിൽ വീർപ്പുമുട്ടി. അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചുറ്റുമതിലില്ല. പക്ഷേ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തിയിൽ നിന്ന് മോചനം. സഹായഹസ്തവുമായി എത്തിയത് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിയതോടെ വിദ്യാലയത്തിന് ലഭിച്ചത് ഒരു പുനർജന്മമാണ്. 2025 ഏപ്രിലിൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. അടച്ചുറപ്പില്ലാതിരുന്ന ക്ലാസ് മുറികൾക്ക് ഭിത്തികൾ നിർമ്മിച്ചു. സീലിംഗും മനോഹരമായ പെയിന്റിങ്ങും ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചറുകളും കൂടിയായപ്പോൾ ക്ലാസ് മുറികൾ ഹൈടെക്കായി. ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കിയ മുറ്റത്ത് ഇന്റർലോക്കുകൾ വിരിച്ചു. ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റുകളും ഡൈനിങ് ഹാളും അടുക്കളയും സജ്ജമായി. ഒപ്പം കുട്ടികൾക്കായി ഒരു പുതിയ ഷൂട്ടിംഗ് കോർട്ടും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. രാഷ്ട്ര ജീവിതത്തിൽ വരുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിലെല്ലാം പഴയത്, കുട്ടികൾക്ക് ഡെസ്ക് ഇല്ല, മതിലില്ല, അവർക്ക് കഷ്ടപ്പാടാണ്. അവർക്ക് ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ ഫാൻ വരെ ശരിക്കായിട്ടില്ല, അവർക്ക് കളിക്കാൻ വരെ സ്ഥലമില്ല, എല്ലാം മണ്ണ്. അപ്പോൾ അത് കണ്ടേരം എനിക്ക് സങ്കടമായി. എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല സ്കൂളിൽ പോകാൻ പറ്റും. എനിക്ക് സാമർത്ഥ്യം ഉണ്ടോണ്ട്, പക്ഷെ സാമർത്ഥ്യ ശേഷി എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സ്കൂളിൽ പോകാനുള്ള അതല്ലാലോ പ്രശ്നം വരും. നമ്മൾ മനസ്സ് തോന്നിയിട്ട് അവർക്ക് നല്ല സ്കൂൾ കൊടുക്കാൻ പറ്റണം. അപ്പം ട്രസ്റ്റ് ത്രൂ എനിക്ക് CSR ഫണ്ട് കിട്ടി. ആ ഫണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി. എനിക്ക് സന്തോഷമാണ്. ഈ സ്കൂൾ മുമ്പേ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെ എത്ര ചേഞ്ച് വന്നിരിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് മുഖച്ഛായ മാറിയ വിദ്യാലയം നാടിന് സമർപ്പിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായ മുൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് തൃശൂർ മരാത്തക്കരയിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് സന്ദർശനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത 10 പേർക്ക് യുവരാജ് സിംഗ് ഒപ്പിട്ട ക്രിക്കറ്റ് ബാറ്റ് സമ്മാനമായി നൽകി. ഒപ്പം ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ കസ്റ്റമർ കെയർ നമ്പറിന്റെ ലോഞ്ചിംഗ് നടന്നു. ചടങ്ങിൽ വെച്ച് ക്യാൻസർ ബാധിതർക്കായുള്ള 1 കോടി രൂപയുടെ സഹായധനം ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ലയൺസ് കേരള മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് വളപ്പിലേക്ക് കൈമാറി.